കോഴിക്കോട് താമരശ്ശേരിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. 10 പേർക്കെതിരെയാണ് കേസെടുത്തത്. മർദ്ദനമേറ്റ ഷബീർ അലിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദിലീഷ തിലകൻ ചേരുന്നുണ്ട്. ദിലീഷ, 10 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഇതിൽ ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? മറ്റു കൂട്ടിച്ചേർക്കാനാവുന്ന വിശദാംശങ്ങൾ കൂടി. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ഓമശ്ശേരിയിലുള്ള ഒരു മാർക്കറ്റിംഗ് സ്ഥാപനത്തിലെ മാനേജർ ഷബീർ അലിയെ കഴിഞ്ഞ ദിവസം ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. ഇദ്ദേഹത്തെ കോടഞ്ചേരിയിലെ റിസോർട്ടിൽ എത്തിച്ചും അതുപോലെ തന്നെ താമരശ്ശേരിയിലെ ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ചുമായിരുന്നു ക്രൂരമായിട്ട് മർദ്ദിച്ചത്. ഈ മർദ്ദനത്തിന് ശേഷം പൂർണ്ണ നഗ്നനാക്കി ശരീരത്തിൽ മുളകുപൊടി തേച്ച് വഴിയിൽ ഉപേക്ഷിച്ചെന്നാണ് യുവാവ് പോലീസിന് നൽകിയ മൊഴി. ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൊടുവള്ളി പോലീസ് കേസെടുത്തിരിക്കുന്നത്. 10 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഈ ഷബീർ അലി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമ ഫിറോസ് ഖാനെതിരെ ഷബീർ അലി പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഫിറോസ് ഖാൻ ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന 10 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. ഈ പരിക്കേറ്റ ഷബീർ താമരശ്ശേരിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എല്ലാം തന്നെ ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിംഗ് ഏജൻസി ഉടമ ഫിറോസ് ഖാനാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് ഷബീർ നേരത്തെ തന്നെ ആരോപിക്കുന്നുണ്ടായിരുന്നു. ഈ കച്ചവട രംഗത്തെ തർക്കമാണ് ഇത്തരത്തിലൊരു സംഭവത്തിന് പുറകിൽ, അതായത് തട്ടിക്കൊണ്ടുപോകാനും മർദ്ദിക്കാനും ഒക്കെ ഉണ്ടായതിന് കാരണമെന്നാണ് ഈ ഷബീർ അലി പോലീസിന് നൽകിയ ഒരു മൊഴി. വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ഒരു ദിവസം മുഴുവൻ ഗുണ്ടകൾ ക്രൂരമായി മർദ്ദിച്ചു എന്ന് കാട്ടിയിട്ടാണ് ഷബീർ അലി കൊടുവള്ളി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. കണ്ടാൽ അറിയാവുന്ന, അതായത് ഈ ഷബീർ അലി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമ ഫിറോസ് ഖാൻ ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന 10 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. സംഗീത. ശരി ദിലീഷ.